അംഗം കൂടാതെ വിശ്വം സകലവും ഒരുപോൽ തീർത്തു രക്ഷിച്ചൊടുക്കും. സംഘം കൂടാതിരിക്കും സകലരുമകമേ നിന്ന പാങ്കം കൊതിക്കും. മുങ്ങിത്താഴാതെ ഞാനീ ഭവഭയജലധിക്കപ്പുറത്തെത്തുവാൻ നീ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ. ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ശിവൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച ജനമേജയന് ഉത്തരം കൊടുക്കുന്നു വ്യാസൻ. ശിവകോപാഗ്നിയിൽ നിന്നും ത്രൈലോക്യ പ്രളയം ഉണ്ടായി എന്നാണ് പറയണത്. ഭദ്രകാളി ഗണങ്ങളോടുകൂടിയിട്ട് വീരഭദ്രനത അവതരിച്ചു. 3 ലോകവും നശിപ്പിക്കാനായിട്ട് വീരഭദ്രൻ ആരംഭിച്ചപ്പോഴേ ബ്രഹ്മാദിദേവന്മാര് ശിവനെ ശരണം പ്രാപിച്ചു. എല്ലാം നശിച്ചെങ്കിലും കരുണാനിധിയായിട്ടുള്ള പരമേശ്വരൻ അവർക്ക് അഭയം നൽകി. അവര് ആഗ്രഹിച്ചതുപോലെ ആട്ടിൻ്റെ തല ചേർത്തുവെച്ച് ആ ദക്ഷനെ അദ്ദേഹം ജീവിപ്പിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ ദക്ഷൻ്റെ വധമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് ശ്രീമദ് ഭാഗവത പുരാണത്തിൽ ദീർഘമായിട്ട് പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ പറയണില്ല. ആ ദക്ഷൻ്റെ യജ്ഞത്തെ വിനാശം ചെയ്ത് ദക്ഷനടക്കം എല്ലാവരെയും വധിച്ചു എന്നേ ഇവിടെ പറയുന്നുള്ളൂ എന്ന് ഇവിടെ കാണിക്കുകയാണ്. അങ്ങനെയുള്ള ആ ദക്ഷനെ വീണ്ടും ആട്ടിൻ തല ചേർത്ത് വെച്ച് ആ ദക്ഷനെ ശിവ അനുഗ്രഹത്താൽ ജീവൻ കിട്ടി. പിന്നെ ആ മഹേശ്വരൻ ദക്ഷൻ്റെ യജ്ഞവാടത്തിലേക്ക് ചെന്ന് അത്യധികം ആർത്തനായിട്ട് വിലപിച്ചു എന്നാണ് പറയണത്. ഇവിടെ ദേവീ ഭാഗവതത്തിലെ കഥകളാണ് പറയുന്നത് എന്ന കാരണം കൊണ്ട് അതിൽ എന്താണോ കഥയായിട്ട് പറയണത് അതിനെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭാഗവത മഹാപുരാണത്തിൽ നടന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇവിടെ ആ കഥയെ വെച്ചുകൊണ്ട് ഇരിക്കരുത്. കാരണം ഓരോ പുരാണങ്ങളിലെ കഥകളാണ് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യാസനാണ് രചിച്ചിരിക്കുന്നത് എങ്കിലും കഥകളിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പല കഥകളിലും. അതാത് പുരാണങ്ങൾ പറയുന്ന സമയത്ത് അതിൽ പറഞ്ഞ കഥകളെ അത് പ്രകാരം പറയുക എന്നുള്ളതാണ് ഉത്തമമായിട്ടുള്ളത്. ഇവിടെ പറയണു, അങ്ങനെയാ ദക്ഷന പുനർജന്മം ആട്ടിൻതലയോടുകൂടി നൽകിയ ശേഷം മഹാദേവൻ ദക്ഷൻ്റെ യജ്ഞശാലയിലേക്ക് വളരെ ദുഃഖിതനായിക്കൊണ്ട് ചെന്നു. ആർത്തനായിട്ട് വിലപിച്ചു എന്നാണ് പറയണത്. അഗ്നിയിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്കലാരൂപിണിയായിട്ടുള്ള സതിയെ കണ്ട ഹാ സതി എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആ ജഡം തോളിലേറ്റി എന്ന് പറയാണ്. സ്കന്ധേയപ്യാരോപമയാമാസ ഹാ സതീ ദീവധന്മുഹു. ഒരു ഭ്രാന്തനെ പോലെ നാനാദേശങ്ങളിലേക്കും മഹാദേവൻ ചുറ്റിത്തിരിഞ്ഞു. ഇതൊക്കെ കണ്ട ബ്രഹ്മാദി ദേവന്മാരെ ചിന്തയിൽ മുഴുകി. വിഷ്ണു വേഗം തന്നെ വില്ലും ചരങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് സതിയുടെ അവയവങ്ങൾ ഓരോന്നും ഛേദിച്ചു. ഓരോന്നും ഓരോരോ സ്ഥാനങ്ങളിൽ ചെന്ന് വീണു എന്നാണ് പറയണത്. ഓരോരോ സ്ഥാനങ്ങളിലും ശിവൻ ഓരോരോ മൂർത്തിഭാവം കൈകൊണ്ട് എടുത്തുകൊണ്ട് ദേവന്മാരോട് പറഞ്ഞു, ഈ ഓരോരോ സ്ഥാനങ്ങളിലും ആരാണോ ശിവയെ, അതായത് ദേവിയെ ഭക്തിപൂർവം ഭജിക്കുന്നത് അവർക്ക് ദുർലഭമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. ദേവി തൻ്റെ ഓരോ അവയവവും വീണസ്ഥാനത്ത് നിത്യം സന്നിഹിതയായിട്ടിരിക്കും. ഈ സ്ഥാനങ്ങളിൽ ചെയ്യുന്നതായിട്ടുള്ള വൃതി
പ്രകാരമുള്ള ജപാതി കർമ്മങ്ങൾ മനുഷ്യരുടെ മന്ത്രങ്ങൾ പ്രത്യേകിച്ചും ഉത്തമമായ മായാബീജമന്ത്രം കൊണ്ട് സിദ്ധിപ്രദമായിട്ട് ഭവിക്കും. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ശിവൻ ആ സ്ഥാനങ്ങളിൽ വിരഹാതുരനായി ജപധ്യാന സമാധികളോടെ കാലം നയിച്ചു എന്ന് ജനമേജയൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. വീണ്ടും സംശയം ജനമേജയനെ ചോദിക്കണു. ഹാനി സ്ഥാനാനി താനി സ്യുഹോ സിദ്ധ പീഠാനി ജാനഘ കതി സംഖ്യാനി നാമാനി കാനി തേഷാം ചമേ വധ. സിദ്ധപീഠങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അത് എത്ര എണ്ണമുണ്ട്, അതിൻ്റെ പേരെന്തൊക്കെയാണ് എന്നെല്ലാം എനിക്ക് അറിയണം. എന്നോട് പറഞ്ഞു തരൂ. എനിക്ക് അവിടെയെല്ലാം സാന്നിധ്യം വഹിക്കുന്ന ദേവിമാരുടെ നാമങ്ങൾ എന്തൊക്കെയാണ്, അതും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് വ്യാസൻ അതിനെ പറയാൻ തുടങ്ങണോ. ശൃണുരാജൻ പ്രവക്ഷ്യാമി ദേവി പീഠാനി സാമ്പ്രതം യേഷാം ശ്രവണമാത്രേണ പാപഹീനോ ഭവി നരാ. ഹേ രാജാവേ, അങ്ങ് ചോദിച്ചതുമാതിരി ദേവീപീഠങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം അങ്ങക്ക്. ആ നാമങ്ങളെ കേട്ടാൽ തന്നെ മനുഷ്യരുടെ പാപങ്ങളെല്ലാം നശിക്കുന്നതാണ്. സിദ്ധിയും ഭൂതിയും ഭുക്തിയും കാക്ഷിക്കുന്നവരെ ഏതെല്ലാം പീഠങ്ങളിൽ ഉപാസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം എന്ന് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. വാരാണസ്യാം വിശാലാക്ഷി ഗൗരീമുഖ നിവാസിനി ക്ഷേത്രേ വൈ നൈമിഷാരണ്യേ പ്രോക്ത സാലിംഗധാരിണി മുതലായിട്ടുള്ള ഇനി വരുന്ന കുറേ ശ്ലോകങ്ങളിൽ കൂടി ആ ശക്തിപീഠങ്ങളെയാണ് ഇവിടെ വ്യാസൻ ദേവീഭാഗവതത്തിൽ വർണ്ണിച്ചു കൊണ്ടുപോകുന്നത്. കാശിയിലെ ഗൗരീമുഖത്ത് വിശാലാക്ഷിയായിട്ട്, നൈമിഷാരണ്യ ക്ഷേത്രത്തിലെ ലിംഗധാരിണിയായിട്ട്, പ്രയാഗിൽ ലളിതയായിട്ട്, ഗന്ധമാദനത്തിൽ കാമുകി, ദക്ഷിണമാനസത്തിൽ കുമുദയായിട്ട്, ഉത്തരമാനസത്തിൽ വിശ്വകാമപ്രദായിനിയായ വിശ്വകാമ ഭഗവതിയും, ഗോമന്ദത്തിൽ ഗോമതീദേവിയും, മന്ദരത്തിൽ കാമചാരിണിയും, ചൈത്രരഥത്തിൽ മധോൽക്കടയും, ഹസ്തിനാപുരത്തിൽ ജയന്തിയും, കാന്യാകുബ്ജത്തിൽ ഗൗരിയും, മലയാചലത്തിൽ രംഭയും, ഏകാമ്രപീഠത്തിൽ കീർത്തിമതീദേവിയും, വിശ്വത്തിൽ വിശ്വേശ്വപുരിയും, പുഷ്കരത്തിൽ പുരുഹൂതയും, കേദാരപീഠത്തിൽ സർമാർഗദായിനി ദേവിയും, ഹിമാദ്രിയിലെ മന്ദയും, ഗോകർണത്തിൽ ഭദ്രകർണികയും, സ്ഥാനേശ്വരിയിൽ ശ്രീ ഭവാനിയായിട്ട്, ബിൽവത്തിലെ ബിൽവപത്രികയായിട്ട്, ശ്രീശൈലത്തിലെ മാധവിയായിട്ട്, ഭദ്രേശ്വരത്തിൽ ഭദ്രയായിട്ട്, വാരാഹശൈലത്തിൽ ജയയായിട്ട്, കമലാലയത്തിൽ കമലയായിട്ട്, രുദ്രകോടിയിൽ രുദ്രാണിയായിട്ട്, കാലഞ്ചരത്തിൽ കാളിയായിട്ട്, സാളഗ്രാമത്തിൽ മഹാദേവിയായിട്ട്, ശിവലിംഗത്തിൽ ജലപ്രിയയായിട്ട്, മഹാലിംഗത്തിൽ കപിലയായിട്ട്, മഹാകോടത്തിൽ മുകുടേശ്വരിയായിട്ട്, മായാപുരിയിൽ കുമാരിയായിട്ട്, സന്ധാനത്തിൽ ലളിതാംബികയായിട്ട്, ഗയയിൽ മംഗളയും, പുരുഷോത്തമത്തിൽ വിമലയായിട്ടും, സഹസ്രാക്ഷത്തിൽ ഉൽപ്പലാക്ഷിയായിട്ടും, ഹിരണ്യാക്ഷത്തിൽ മഹോൽപലയായിട്ടും, വിഭാഷയിൽ അമോഘാക്ഷിയായിട്ടും, പുണ്ഡ്രവർദ്ധനത്തിൽ പാടലയായിട്ടും, സുപാർശ്വത്തിൽ നാരായണിയായിട്ടും, ത്രികൂടത്തിൽ രുദ്രസുന്ദരിയായിട്ടും, വിപുലത്തിൽ വിപുലാദേവിയായിട്ടും, മലയപർവ്വതത്തിൽ കല്യാണിയായിട്ടും, സഹ്യാദ്രിയിൽ ഏകവീരയും, ഹരിചന്ദ്രത്തിൽ ചന്ദ്രികയായിട്ടും, രാമതീർത്ഥത്തിൽ രമണയും, യമുനയിൽ മൃഗാപതിയും, കോടതീർത്ഥത്തിൽ കോടവിയും, മാധവവനത്തിൽ സുഗന്ധയും, ഗോദാവരിയിൽ ത്രിസന്ധ്യയും, ഗംഗാദ്വാരത്തിൽ രതിപ്രിയയും ആയിട്ട് ആ ശിവയെ കാണാം.